കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് നമ്മുടെ ചാനലിൽ കണ്ടിട്ടുള്ള 3 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇത് ഭയങ്കര ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണമാണ്. ഇതിൽ 2 എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരുപാട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രഗ്നൻസി ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയാം, ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് പേർക്ക് സംശയമുണ്ട്. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രഗ്നൻ്റ് ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ കാണുന്നവരെല്ലാവരും പ്രഗ്നൻ്റ് ആണോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലും ഇതിന് നിങ്ങളുടെ പ്രഗ്നൻസി ലക്ഷണം മാത്രമാണെന്ന് കൺഫേം ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ശരീരത്തിലെ മറ്റെന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടെങ്കിലോ മറ്റേതെങ്കിലും ആരോഗ്യ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിലോ ഇതുപോലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വരാനായിട്ടും ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലക്ഷണം നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. അതിനുശേഷം ആ ഒരു ലക്ഷണത്തിനെ പറ്റി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മറക്കുക. അല്ലാതെ ഈ ലക്ഷണം വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ടെൻഷനാക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകളെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ടാണോ ഈ വീഡിയോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമല്ല. കാരണം PCOD ഉള്ളവർ, അതുപോലെ ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർ, ഇറഗുലർ പീരിയഡ്സ് ഉള്ളവർക്കൊക്കെ ഇതുപോലെ പല പ്രിമെൻസ്ട്രൽ സിംറ്റംസും ഉണ്ടാവാറുണ്ട്. അതെല്ലാം പ്രഗ്നൻസിയുടേതാണോ പ്രിമെൻസ്ട്രൽ ആണോ എന്ന് കൺഫ്യൂഷൻ ആവുന്നവരാണ് ഒരുപാട് പേര്. അങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്നത് കൊണ്ട് പലരും ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേക്കും പീരിയഡ്സ് ആണ് വരുന്നതെന്ന് ചിന്തിക്കുകയും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് ഒരുപാട് പേരുടെ കമൻസ് വായിക്കുന്നതിലൂടെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ലക്ഷണങ്ങളെ പറ്റി അറിഞ്ഞതിന് ശേഷം ബോഡി കെയർ ചെയ്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായി എന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് പണ്ട് നമ്മുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് പോലെയുള്ള തലകറക്കോ തലകറങ്ങി വീഴലോ ഛർദിയോ ഒന്നുമല്ല ഇപ്പോഴത്തെ ജനറേഷനിലുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്. ഭയങ്കര വിയേർഡായിട്ടുള്ള ഇതും ഒരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് കേൾക്കുക. ഇനി നിങ്ങൾ ഓവുലേഷന് ശേഷം ഈ ലക്ഷണങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ ആകുന്നവരാണെങ്കിൽ നിങ്ങളുടെ BP ഷൂട്ട് ചെയ്യാൻ മാത്രമേ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുള്ളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് പാടില്ല. ഈ ഒരു മൊമെന്റിൽ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ആണ്. നമുക്ക് തലമുടി വളർച്ച നല്ലതുപോലെ ഉണ്ടാകും. തലമുടിയിൽ മാത്രമല്ല, നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലും, നമ്മുടെ ഒരു പിബിക് ഭാഗത്തും, അതുപോലെ അണ്ടർആമിന്റെ ഭാഗത്തും നിങ്ങൾക്ക് നല്ലതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. തലമുടി നമുക്ക് വളരുന്നത് ചിലപ്പോൾ എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് ആ ഒരു ജെനിറ്റൽ പാർട്സിലും, നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലും, അതുപോലെ തന്നെ അണ്ടർആമിലും ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഉണ്ടാകുന്നതിനുള്ള കാരണം, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്. ഇതിൽ നല്ല നല്ല ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ആയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകും. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രൊലാക്റ്റിനും HCG അങ്ങനെ എല്ലാ ഹോർമോൺസും പ്രൊഡ്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് അതിന്റെ മാറ്റം നമ്മുടെ ആ ഒരു ഹെയർ ഗ്രോത്തിലും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ചിലവർ നമ്മുടെ ആ ഒരു പ്രൈവറ്റ് പാർട്ടൊക്കെ കൃത്യമായിട്ട് ഹെയർ ഒക്കെ നല്ലപോലെ കട്ട് ചെയ്ത് നല്ല സുന്ദരമാക്കി കൊണ്ടു നടക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് വരുന്നത് തിരിച്ചറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഭയങ്കര വിയേർഡായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ ഒരുപാട് പേർക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാകുന്ന ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഹിപ്പ് പെയിൻ ആണ്. നമ്മൾ കൈ വെക്കുന്ന ആ ഒരു ഇടുപ്പിന്റെ ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗത്ത് നമുക്ക് വേദനയും അസ്വസ്ഥതയും ഉണ്ടാവുക. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ലോവർ അബ്ഡമൻ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമല്ലോ. ഇതിന്റെ എക്സ്പാൻഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ, നമ്മുടെ യൂട്രസിന്റെ എക്സ്പാൻഷൻ കൃത്യമായിട്ട് പോകണമെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ആകാറുണ്ട്. ഈ റിലാക്സിൻ ഹോർമോൺ പ്രഷർ കൊടുക്കുന്നതിൻ്റെ, ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആകും. യൂട്രസ് എക്സ്പാൻഡ് ആകുമ്പോൾ അതിന് ചുറ്റുമുള്ള ഏരിയാസ് ഒക്കെ എക്സ്പാൻഡ് ആകും. നോർമലി നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കീഴ്പോട്ടേക്കാണ് വരുന്നതെങ്കിൽ, അതായത് പെൽവിക്കിന്റെ ഭാഗത്തോട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതെങ്കിലും പല സ്ത്രീകൾക്കും ഹിപ്പിന്റെ ഭാഗത്തും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഒരു പ്രഷർ, നമ്മുടെ ആ യൂട്രസിന്റെ സെയിം പ്രഷർ തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഡിസ്കംഫർട്ടും ഒക്കെ നമുക്ക് ബാക്കിന്റെ ഭാഗത്തും, ലോവർ ബാക്കിന്റെ ഭാഗത്തും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്.
അതിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് പലർക്കും ഹിപ്പിൻ്റെ ഭാഗത്ത് ഭയങ്കര വേദന വരുന്നത്. എനിക്കൊക്കെ ആ പ്രഗ്നൻസിയുടെ സമയത്ത് പാൻറ്റീസ് പോലും ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം പാൻറ്റീസ് കിടക്കുന്ന ഭാഗത്ത് വേദന ഉണ്ടാവുക, അതുപോലെ പാൻറ്റ് നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സിൻ്റെ കൂടെ പാൻറ്റ് നമ്മൾ ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ വന്നിട്ട് ഞാനൊക്കെ ആ പ്രഗ്നൻസിയുടെ സമയത്ത് ഒരു ഫുൾ ഗൗണായിരുന്നു മേടിച്ചിട്ടുകൊണ്ടിരുന്നത് വെച്ചാൽ. എനിക്ക് നൈറ്റ് ഇടാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ടുള്ളൊരു ഗൗണായിരുന്നു മേടിച്ചിട്ടുകൊണ്ടിരുന്നത് വെച്ചാൽ. അത്രയ്ക്കും അസ്വസ്ഥതയും വേദനയായിരുന്നു. പാൻറ്റീസ് നമ്മൾ കയറ്റി ഇറക്കുക അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. കാരണം ഇത് ഒരു നേരം കുറച്ചൊരു 15-20 മിനിറ്റ് ഒരു ഭാഗത്ത് കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അപ്പോൾ വരുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ വേറൊരു പൊസിഷൻ മാറ്റി ഇട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ പലർക്കും ഇത് ഫീൽ ചെയ്യാറുണ്ട്. ദെൻ അതിനുശേഷം നമ്മുടെ ബെല്ലി വളരുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു പെയിൻ കൂടി വരികയാണ് ചെയ്യുന്നത്. എനിക്ക് ഒരു അസ്വസ്ഥത സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കൂടിയപ്പോഴേക്കും ഞാൻ ഡോക്ടറോട് പറഞ്ഞായിരുന്നു എനിക്ക് വേദനയും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ വിറ്റമിൻ ഇയുടെ സപ്ലിമെന്റ് തന്നായിരുന്നു. വിറ്റമിൻ ഇ മെഡിസിൻ കഴിക്കുമ്പോഴേക്കും മസിൽസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ടുള്ള ഒരു സപ്പോർട്ട് ശരീരത്തിൽ നോർമലായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ മെഡിസിൻ കണ്ടിന്യൂസ് എടുത്തോളാനാണ് പറഞ്ഞത്. അത് എടുത്തപ്പോഴേക്കും ചെറിയൊരു വേദനയ്ക്ക് ബുദ്ധിമുട്ട് ആ ഒരു ഡിസ്കംഫർട്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടോ. അപ്പോൾ ഹിപ്പ് പെയിനും പലർക്കും ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. അടുത്തൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഫെയിൻറ്റിങ്. നമ്മൾ തല കറങ്ങി വീഴുന്നത് പോലുള്ളൊരു സിറ്റുവേഷൻ. ചിലർ വീഴുക, ചിലർ വീഴാനായിട്ട് പോവുക. നമ്മൾ ഇരുന്നിട്ട് എഴുന്നേക്കുന്ന സമയത്ത്, കുമ്പിട്ട് നിവരുന്ന സമയത്ത്, അതുപോലെ കിടക്കുന്ന ജസ്റ്റ് ഒന്ന് എഴുന്നേക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. എനിക്കെന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഈ ബുദ്ധിമുട്ട് നല്ല പോലെ ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ തലറങ്ങി വീണിട്ടേ ഇല്ല, ഒരു ബുദ്ധിമുട്ടേ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ടൈം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴേക്കും അടുക്കളയിൽ എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ചിലപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ അസ്വസ്ഥത ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചത് തന്നെ ഒരു തേങ്ങ ഇങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തല അങ്ങോട്ട് പാളി പോകുന്നത് പോലുള്ളൊരവസ്ഥ. ഒന്ന് ഇരുന്നില്ലെങ്കിൽ ഞാൻ വീഴുമെന്നുള്ളൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് ചേട്ടോ. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ ഷൂട്ടപ്പ് ആവാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലർക്കും ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. പിന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. പ്രൊജസ്ട്രോണിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ലക്ഷണം മാത്രമേ നിങ്ങൾക്കുള്ളെങ്കിൽ അത് പ്രഗ്നൻസിയുടേതാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ ഉള്ളിലെടുക്കുന്നവർക്കും അതുപോലെ അതിന് വജൈനയിൽ ഇൻസേർട്ട് ചെയ്യുന്നവർക്കും ഈ ലക്ഷണങ്ങൾ ആ മെഡിസിൻ എടുക്കുന്ന സമയം മുതൽ നിങ്ങളുടെ ശരീരം ആ മെഡിസിനായിട്ട് പൊരുത്തപ്പെടുന്ന സമയം വരെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പ്രഗ്നൻസി ആണോ, പീരിയഡ്സ് ആണോ, മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ മെഡിസിൻ്റെ ആ ഒരു സപ്ലിമെൻറ്റ്സ് ഫുള്ളായിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് ഈ ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടേതാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ 3 ലക്ഷണങ്ങൾ കാണുമ്പോഴേക്കും നിങ്ങൾ ശരീരം മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ അത് പ്രഗ്നൻസിയുടേതാകാനായിട്ടും ചാൻസ് ഉണ്ട്. ഇനി ആ ലക്ഷണം കണ്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശരീരം ശ്രദ്ധിക്കുക മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് ചാനലിൽ പീരിയഡ്സിൻ്റെ ആ ഒരു ദിവസം ചെറിയ ബ്ലീഡിങ് ഉണ്ടായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയെന്ന് പറയുന്നവരുണ്ട്. ഓരോ വീഡിയോയിലും ഞാൻ ഈ കാര്യം പറയുന്നത് ഓരോരുത്തരും പുതിയതായിട്ട് ചാനലിലോട്ട് വരുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് കാര്യം തന്നെ, അതായത് ബ്ലീഡിങ് ഉണ്ടെങ്കിലും പ്രഗ്നൻസി ആകുമെന്ന് പിന്നെയും പറയുന്നത് കേട്ടോ. കാരണം ഒരുപാട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആയിട്ടോ ത്രെട്ടേണ്ട മിസ്കാരേജ് ആയിട്ടോ ഒക്കെ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പീരിയഡ്സ് ആവുന്ന ദിവസം എത്രത്തോളമാണ് ബ്ലീഡിങ് വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ കുറവാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.